തെറ്റുപറ്റിയവരെ ആട്ടി ഓടിക്കല്ല വേണ്ടത്, മാപ്പ് കൊടുത്ത് കൂടെ നിർത്തണം. 1000 നീതിമാന്മാരുടെ നന്മയിലല്ല ദൈവം സന്തോഷിക്കുന്നത്, ഒരു മഹാഭാവിയുടെ മാനസാന്തരത്തിലാ. പ്രീച്ചി, ശ്രീ നമ്മുടേതാ, നമ്മുടെ കൂടെപ്പിറപ്പാ. കൂടെപ്പിറപ്പാണെങ്കിലേ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോടി. ഇവളെ ഇവിടെ വേണ്ട. ചേച്ചി, എന്റെ അമ്മയോട് ഇവള് ചെയ്തതൊക്കെ എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. എടേ, ലോകത്ത് ഒരു കോടതിയെ എല്ലാവർക്കും മാപ്പ് കൊടുക്കാറുള്ളൂ. അതൊരമ്മയുടെ മനസാക്ഷി എന്ന കോടതിയാ. നിങ്ങൾക്കൊക്കെ എങ്ങനെ പൊറുക്കാൻ പറ്റുന്നു ഇവളോട്? ഇവള് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവോ? ഇറങ്ങി പോടി ഇവിടുന്ന് മോങ്ങിക്കൊണ്ട് നിക്കാതെ. നിന്നെ പോലെ ഇവളും എന്റെ മോളാ. കരഞ്ഞു തളർന്നു നിൽക്കുന്ന എന്റെ മോളോട് ആവശ്യമില്ലാതെന്തെങ്കിലും പറയാൻ വന്നാണ്ടല്ലോ, നീ മേടിക്കും. ഞാൻ പറഞ്ഞേക്കാം. വാ മോളെ. അമ്മ അവളോട് ക്ഷമിച്ചു ചേട്ടാ. വിളിച്ച് വീട്ടിലും കയറ്റി. അവൾ അമ്മയോട് ചെയ്ത ഉപദ്രവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല. എന്തോ ആവട്ടെ, നേരത്തെ വരണേ. മോളെ, രുക്മിണി എങ്ങനെയാ ഈ മരുന്ന് തന്നത്? പൊടിയായിട്ടായിരുന്നോ അതോ വെള്ളമായിട്ടായിരുന്നോ? ഒന്ന് വിശദീകരിച്ചേ. ഇവരെന്താ വൈദ്യരെ പോലെ? എടാ, ഇവർക്ക് അല്പസ്വല്പം വൈദ്യമൊക്കെ അറിയാടാ. ഇവരുടെ അച്ഛൻ പ്രസിദ്ധനായ ഒരു വൈദ്യനായിരുന്നു. പറ മോളെ, അമ്മിണി വല്യമ്മയോട് എല്ലാം പറയ്. പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. അവൾ ഉണ്ടാക്കി തന്ന മരുന്ന് കഴിച്ചപ്പം എന്തായിരുന്നു അവസ്ഥ? അത് മനസ്സിന്റെ കൺട്രോൾ ഇങ്ങനെ പോവായിരുന്നു. ഒരു തരം ഭ്രാന്ത് പോലെ. ഞാനത് വിശദീകരിക്കാം. മഹാദ്രോഹി! ഓ, അവൾ എന്ത് അക്രമമായി കാണിച്ചത്!